ആലുവ പോലീസ് ക്ലബിന് മുന്നിൽ നിന്നും ഇപ്പോൾ സാലി മുഹമ്മദ് കൂടി ചേരുന്നുണ്ട്. സാലി, ചോദ്യം ചെയ്യൽ 12 മണിക്കൂറുകൾ പിന്നിട്ടൊരു സാഹചര്യമുണ്ടല്ലോ. എന്താണ് ഇപ്പോഴറിയാൻ കഴിയുന്നത്? ഒരുപക്ഷെ ചോദ്യം ചെയ്യൽ ഇന്ന് പുലർച്ചെ വരെ ഉണ്ടാകുമോ? അരുൺ, അത്തരമൊരു നിഗമനത്തിലേക്ക് തന്നെയാണ് നമുക്കും പോകാൻ കഴിയുന്നത്. പക്ഷേ ഔദ്യോഗികമായി അല്ലെങ്കിൽ ആധികാരികമായി ഒരു വിവരവും പുറത്തേക്ക് ലഭിക്കുന്നില്ല എന്നുള്ളതാണ് വസ്തുത. പക്ഷേ നമുക്ക് ഒരു നിഗമനത്തിലെത്താൻ കഴിയുക ഇത് ഏറെ നേരം നീണ്ടു നിൽക്കും, ഒരു പക്ഷേ പുലർച്ചെ വരെ നീണ്ടു നിന്നേക്കും. അതിനുശേഷം രണ്ട് സാധ്യതകളാണുള്ളത്. ഒന്ന്, കടുത്ത നടപടികളിലേക്ക് കടക്കുക, അല്ലെങ്കിൽ തൽക്കാലത്തേക്ക് ചോദ്യം ചെയ്യൽ അവസാനിപ്പിക്കുക. അതിലേത് വഴിയായിരിക്കും അന്വേഷണ ഉദ്യോഗസ്ഥർ, പ്രത്യേകിച്ചും ADGP സന്ധ്യ സ്വീകരിക്കുക എന്നുള്ളതാണ് നിർണായകമായിരിക്കുക. അത് ഇപ്പോൾ നമുക്ക് വിശദീകരിക്കാൻ കഴിയില്ല. കാരണം വളരെ വിശദമായ ചോദ്യം ചെയ്യൽ നടക്കുന്നു. ഏതാണ്ട് 12 മണിക്കൂർ പിന്നിടുമ്പോൾ ഒട്ടേറെ സംശയങ്ങളും ഒക്കെ നിലനിൽക്കുന്ന തരത്തിലുള്ള മൊഴികളാണ്, വൈരുദ്ധ്യങ്ങൾ നിറഞ്ഞ മൊഴികളാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് തന്നെയാണ് നമുക്ക് പുറത്തേക്ക് ലഭിക്കുന്ന വിവരം. അങ്ങനെയാണെങ്കിൽ ആ വൈരുദ്ധ്യങ്ങൾ മറികടക്കുക, അല്ലെങ്കിൽ ആ വൈരുദ്ധ്യങ്ങളെ ക്ലിയർ ചെയ്യുക എന്നൊരു ബാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ അന്വേഷണ സംഘം വളരെ ആഴത്തിലുള്ള ചോദ്യം ചെയ്യൽ നടക്കുന്നു. രണ്ടുപേരെയും ഒപ്പം ഇരുത്തിയും രണ്ടുപേരെയും വെവ്വേറെ ഇരുത്തിയും ചോദ്യം ചെയ്യൽ ആണ് പുരോഗമിക്കുന്നത്. സ്വാഭാവികമായും രണ്ടുപേരുടെയും മൊഴികളിൽ വരുന്ന വൈരുദ്ധ്യങ്ങൾ പരസ്പരം ബോധ്യപ്പെടുത്തേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ അത് ക്ലിയർ ചെയ്യുക എന്നുള്ള വലിയ കടമ്പയുണ്ട്. അത് പുരോഗമിക്കുന്നു എന്ന് തന്നെ പറയാം. ഏതായാലും സാലി മുഹമ്മദാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്ന ആലുവ പോലീസ് ക്ലബിന് മുന്നിൽ നിന്ന്. ചോദ്യം ചെയ്യൽ ഒരുപക്ഷെ പുലർച്ചെ വരെ നീണ്ടുപോകാനുള്ള സാധ്യത തള്ളിക്കളയുന്നില്ല. അത്തരത്തിലുള്ള സൂചനകളും ലഭിക്കുന്നുണ്ട്. രാവിലെ 12:30 തുടങ്ങിയ ചോദ്യം ചെയ്യലാണ് ഇപ്പോൾ അർദ്ധരാത്രി പിന്നിട്ടിട്ടും സമയം ഇപ്പോൾ 12:52 ഏകദേശം 13 മണിക്കൂറിലേക്ക് അടുക്കുകയാണ് ചോദ്യം ചെയ്യൽ. മാരത്തൺ ചോദ്യം ചെയ്യൽ തന്നെയാണ്. മൊഴിയെടുക്കാൻ എന്ന് പറഞ്ഞ് ആലുവ പോലീസ് ക്ലബിനുള്ളിലേക്ക് കയറിപ്പോയ ദിലീപിൽ നിന്ന് പിന്നെ കാണുന്നത് ഇത്രത്തോളം മണിക്കൂറുകൾ അദ്ദേഹത്തെ ചോദ്യം ചെയ്യുകയായിരുന്നു എന്ന തരത്തിലുള്ള സൂചനകൾ കൂടിയാണ്. സാലി, പുതിയ വിവരങ്ങൾ കൂടി. മാത്രമല്ല, താരസംഘടനയിൽ ഇതിപ്പോൾ സ്ത്രീകളുടെ ഒരു കൂട്ടായ്മയും രൂപം കൊണ്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ സാലി, ഏറ്റവും പുതിയ വിവരങ്ങൾ കൂടി. ഒരു ശക്തി താരസംഘടനയിലുള്ള ചില അംഗങ്ങൾക്ക് ഉണ്ടായിരിക്കുന്നു. അരുൺ, ചോദ്യം ചെയ്യൽ പുരോഗമിക്കുന്നു. ഒരു തരത്തിലുള്ള ഔദ്യോഗികമായ വിവരങ്ങളും ലഭിക്കുന്നില്ല. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ വളരെ നിർണായകമായ ഘട്ടത്തിലേക്ക് ചോദ്യം ചെയ്യൽ കടന്നിരിക്കുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. ഏതെങ്കിലും തരത്തിൽ പുറത്തു നിന്നുള്ള ഏതെങ്കിലും ഇടപെടലിന് അന്വേഷണ ഉദ്യോഗസ്ഥർ സഹകരിക്കുന്നില്ല. കാരണം നമുക്കറിയാം, നേരത്തെ ചലച്ചിത്രകാരൻ സിദ്ദീഖ് വന്നപ്പോഴും നാദിർഷയുടെ സഹോദരൻ വന്നപ്പോഴും അവർ കാണാൻ അനുവദിച്ചിരുന്നില്ല. അത് നൽകുന്ന ഒരു സൂചനയുണ്ട്. ആ സൂചന കടുത്ത നടപടിയിലേക്ക് കടക്കുന്നു എന്ന സൂചന തന്നെയാണ് എന്ന് നമുക്ക് അനുമാനിക്കേണ്ടിയിരിക്കുന്നു. ഒരു തരത്തിലുള്ള ബാഹ്യ ഇടപെടലും ചോദ്യം ചെയ്യലിലോ മറ്റൊരു ഘട്ടത്തിലും പോലീസ് അനുവദിക്കുന്നില്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അത് വളരെ നിർണായകമായൊരു സൂചനയാണ്. വളരെ വിശദമായ ഡേറ്റുകൾ ശേഖരിച്ചതിനുള്ള ശേഷമുള്ള ചോദ്യം ചെയ്യൽ എന്ന നിലയ്ക്ക് തന്നെ അത് മുന്നോട്ട് പോവുകയും ചെയ്യുന്നു. കാരണം പോലീസ് ശേഖരിച്ച ചില വിവരങ്ങൾ, പ്രത്യേകിച്ചും നാദിർഷയുടെയും ദിലീപിൻ്റെയും കഴിഞ്ഞ ഒരു വർഷത്തെ ഫോൺ കോളുകൾ ശേഖരിച്ച് നടത്തിയ പരിശോധനകൾ, ഫോൺ കോളുകൾ വിശദമായി തന്നെ പരിശോധിച്ചിട്ടുണ്ട്. അതിൽ ചില ക്ലാരിഫിക്കേഷൻസ് അന്വേഷണ സംഘം ഇരുവരോടും ചോദിച്ചറിയുന്നു. അവർ ആരെയൊക്കെ വിളിച്ചു, എന്തിനു വിളിച്ചു, ചില സംശയാസ്പദമായ ചില ഫോൺ കോളുകൾ കേന്ദ്രീകരിച്ചുള്ള ചോദ്യം ചെയ്യലാണ് പ്രധാനമായി നടക്കുന്നത്. ഒപ്പം നമുക്കിപ്പോൾ മനസ്സിലാകുന്ന മറ്റൊരു വിവരം, ഇവർ ഈ കാലയളവിൽ നടത്തിയ ചില സാമ്പത്തിക ഇടപാടുകൾ സംശയാസ്പദം എന്ന നിഗമനത്തിൽ അന്വേഷണ സംഘം കഴിഞ്ഞ ദിവസങ്ങളിൽ എത്തിയിരുന്നു. അതിൻ്റെ ഇത്തരം സാമ്പത്തിക ക്രയവിക്രയങ്ങളുടെ കൃത്യമായ രേഖകൾ ശേഖരിച്ചിട്ടുണ്ട്. അതുകൂടി വെച്ചിട്ടാണ് ചോദ്യം ചെയ്യുന്നത്. ആർക്ക് എന്തിനു പണം കൊടുത്തു എന്നുള്ള ചില വിവരങ്ങളാണ് ഇവർ തേടിക്കൊണ്ടിരിക്കുന്നത്. ഏതെങ്കിലും ഒരു തരത്തിലും നേരിട്ട് പൾസർ സുനിയും ഈ വിവരം തമ്മിലുള്ള ഏതെങ്കിലും ഇടപാട് ഇതുവരെ കണ്ടെത്താൻ അന്വേഷണ സംഘത്തിന് കഴിഞ്ഞിട്ടില്ല. പക്ഷേ മറ്റേതെങ്കിലും ഒരു ഇടനിലക്കാർ വഴിയോ അല്ലെങ്കിൽ മൂന്നാമൻ വഴിയോ ഒക്കെ ഇവരെ ബന്ധപ്പെടുത്തിയിട്ടുണ്ടാകും എന്ന സംശയവുമുണ്ട്. അതൊക്കെ ക്ലാരിഫൈ ചെയ്യുക എന്നുള്ളത് തന്നെയാണ് അന്വേഷണ സംഘത്തിൻ്റെ നിർദ്ദേശം. അത് ഏതായാലും വളരെ വ്യക്തമായി അന്വേഷണ സംഘം പൂർത്തീകരിച്ചുകൊണ്ടിരിക്കുന്നു. 12 മണിക്കൂർ പിന്നിടുമ്പോൾ നമുക്കറിയാം, വളരെ കൃത്യമായ
രേഖകളുടെ അടിസ്ഥാനത്തിൽ, ശേഖരിച്ച വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ, അവയിലെ വൈരുദ്ധ്യങ്ങളുടെ അടിസ്ഥാനത്തിൽ ഒക്കെയാണ് ചോദ്യം ചെയ്യൽ പുരോഗമിക്കുന്നത്. സ്വാഭാവികമായും അതുകൊണ്ട് തന്നെ ഈ പോലീസിനെ സംബന്ധിച്ചിടത്തോളം ഇരുവരും നൽകുന്ന വിവരങ്ങൾ നിർണായകമാണ്. ഇരുവരുടെയും മൊഴികളിലെ വൈരുദ്ധ്യം നിർണായകമാണ്. അത് അനുസരിച്ച് തന്നെ മുന്നോട്ട് പോകും. ഒരു പക്ഷേ ഇക്കാര്യത്തിൽ പോലീസ് ഉന്നയിക്കുന്ന സംശയങ്ങൾക്ക് കൃത്യമായി മറുപടി നൽകാൻ ഇവർക്ക് കഴിഞ്ഞാൽ മാത്രമേ ഇവരെ ചോദ്യം ചെയ്യൽ അവസാനിപ്പിക്കുകയുള്ളൂ. ഏതായാലും ഇരുവരും തമ്മിലുള്ള മൊഴികളിലെ വൈരുദ്ധ്യം അത് ഇല്ലാതെയാക്കുക, അല്ലെങ്കിൽ അത് പൂർണ്ണമായ ക്ലോസ് ചെയ്തുകൊണ്ടുള്ള ഒരു ചോദ്യം ചെയ്യലിനാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഏതായാലും വളരെ നിർണായകമായ മണിക്കൂറുകളിലൂടെ തന്നെ ചോദ്യം ചെയ്യൽ പുരോഗമിക്കുന്നു എന്ന് പറയാം. സാലി, ഇക്കാര്യത്തിൽ ഒരു നേരത്തെ സൂചിപ്പിച്ച പോലെ പുലർച്ചെ വരെ നീളാനുള്ള സാധ്യത തള്ളിക്കളയാവുന്നതല്ലേ, അതോ വരുന്ന മണിക്കൂറുകൾക്കുള്ളിൽ അവർ പുറത്തേക്ക് വരാനുള്ള സാധ്യതയുണ്ടോ? ചോദ്യം ചെയ്യൽ അന്തിമ ഘട്ടത്തിലാണ് എന്ന നിഗമനത്തിലേക്ക് എത്താൻ സാധിക്കുമോ? ഒരു തരത്തിലും അത്തരമൊരു നിഗമനത്തിലെത്താൻ കഴിയില്ല. രണ്ട് സാധ്യതകളുണ്ട് ഈ ചോദ്യം ചെയ്യൽ നീണ്ടുപോകുന്നതിന്. ഒന്ന്, ഇവർ നൽകുന്ന മൊഴികളിലെ വൈരുദ്ധ്യങ്ങൾ അത് കൃത്യമായി പോലീസിന് ചുരുളഴിച്ചെടുക്കേണ്ടതുണ്ട്. ഒന്ന്, അത് പൂർത്തിയായാൽ തന്നെയും മറ്റ് ചില വിഷയങ്ങളുണ്ട്. കാരണം ഈ ദിലീപിനെ പോലുള്ള അല്ലെങ്കിൽ നാദിർഷയെ പോലുള്ള ചില ആളുകളെ ചോദ്യം ചെയ്യുമ്പോൾ സ്വാഭാവികമായും അത് വളരെ കൃത്യമായി ചോദ്യം ചെയ്യൽ പൂർത്തിയാക്കണം. അതുകൊണ്ട് തന്നെ അവരെ പിന്നീട് ഒരിക്കൽ ചോദ്യം ചെയ്യാൻ വിളിക്കുക അല്ലെങ്കിൽ ചോദ്യം ചെയ്യലിന് വിധേയമാക്കുക എന്നതൊരു പ്രശ്നമുണ്ട്. ആ പ്രശ്നം കൂടി പരിഹരിക്കുക എന്നുള്ളതാണ് കാര്യം. ഏതായാലും ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങൾ കാണുന്നത് പോലെ സിദ്ദീഖ് ഉൾപ്പെടെയുള്ളവർ വീണ്ടും ഈ പോലീസ് ക്ലബിൻ്റെ കോമ്പൗണ്ടിനുള്ളിലേക്ക് കയറിയിട്ടുണ്ട്. എന്താണ് അവർ ലക്ഷ്യമിടുന്നതെന്ന് വ്യക്തമല്ല. കഴിഞ്ഞ പ്രാവശ്യം അവർ കയറിയപ്പോൾ അവരെ കാണാൻ അനുവദിച്ചിരുന്നില്ല. ഏതായാലും ഇത്തവണയും അനുമതി ലഭിക്കില്ല എന്ന് തന്നെയാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. ഒരു പക്ഷേ ഇപ്പോൾ ഇവരെ അകത്തേക്ക് ക്ഷണിക്കും എന്ന പ്രതീക്ഷയിൽ തന്നെയാണ് പോലീസ് ക്ലബിൻ്റെ ഗേറ്റ് കടന്ന് ഇവർ അകത്തേക്ക് എത്തിയത് എന്ന നിഗമനത്തിൽ നമുക്ക് എത്താം. ഏതായാലും ആദ്യ തവണ കയറാൻ അനുവദിച്ചിരുന്നില്ല. ഇപ്പോൾ നാദിർഷയുടെ സഹോദരനെ ഉള്ളിലേക്ക് വിളിച്ചു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അവർ ഉള്ളിലേക്ക് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ അദ്ദേഹം ഇറങ്ങി വന്നതിന് ശേഷം ഇക്കാര്യത്തിൽ എന്താണ് സംഭവിച്ചത് എന്ന് ഒരു സ്ഥിരീകരണം ലഭിച്ചേക്കും എന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നു. ഏതായാലും അദ്ദേഹം നാദിർഷയുടെ സഹോദരനെ ഉള്ളിൽ പ്രവേശിക്കാൻ അനുവാദം നൽകിയിരിക്കുന്നു. അദ്ദേഹം ഉള്ളിലേക്ക് പോയിരിക്കുകയാണ്. ഏതായാലും ചോദ്യം ചെയ്യൽ പുരോഗമിക്കുന്നതിനിടെ ആദ്യമായി പുറത്തുനിന്നൊരാൾ ഇരുവരെയും കാണാനെത്തിയിരിക്കുന്നു. അങ്ങനെ ഒരു അവസരം ലഭിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. ഏതായാലും ഇവർ അകത്തു പോയിരിക്കുന്നവർ പുറത്തു വന്നാൽ ഒരു പക്ഷേ നമുക്ക് ഇക്കാര്യത്തിൽ എന്തെങ്കിലും ഒരു സ്ഥിരീകരണം നൽകാൻ കഴിയും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഒരു കാര്യം വ്യക്തമാണ്, വളരെ നിർണായകമായ ഘട്ടങ്ങളിലൂടെ ചോദ്യം ചെയ്യൽ പുരോഗമിക്കുന്നു എന്ന് തന്നെ വേണം കണക്കുകൂട്ടാൻ. വളരെ ശക്തമായ കാര്യങ്ങൾ കൃത്യമായി തന്നെ ചോദിച്ചറിയുക എന്നുള്ളത് തന്നെയാണ് അന്വേഷണ സംഘത്തിന് ലഭിച്ചിരിക്കുന്ന നിർദ്ദേശം. അതിൻ്റെ അടിസ്ഥാനത്തിലുള്ള വിശദമായ ചോദ്യം ചെയ്യൽ തന്നെയാണ് പുരോഗമിക്കുന്നത്. നമുക്കറിയാം, ഇന്ന് രാവിലെ ഉച്ചയ്ക്ക് 12:30 ആരംഭിച്ച ചോദ്യം ചെയ്യൽ ഇപ്പോഴും പുരോഗമിക്കുന്ന സാഹചര്യം തന്നെയാണുള്ളത്. ADGP ബി സന്ധ്യയുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് ചോദ്യം ചെയ്യൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. റൂറൽ SP AV ജോർജ്, ക്രൈംബ്രാഞ്ച് SP K സുദർശനം, പെരുമ്പാവൂർ CA തുടങ്ങി സംഘങ്ങൾ തന്നെ. ഏതായാലും ഇപ്പോൾ അല്പസമയത്തിനകം തന്നെ ഉള്ളിലേക്ക് പോയിരിക്കുന്ന നാദിർഷയുടെ സഹോദരൻ സമ്മദ് ഉൾപ്പെടെയുള്ളവർ പുറത്തേക്ക് വരും എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. നമ്മളേതായാലും അവരുടെ ഏതെങ്കിലും പ്രതികരണങ്ങൾക്ക് വേണ്ടി കാത്തു നിൽക്കുകയാണ്. അകത്ത് ചോദ്യം ചെയ്യൽ പുരോഗമിക്കുന്നു. ഒന്നും പറഞ്ഞിട്ടില്ല. ഒന്നും അറിയില്ല. അധികം സംസാരിക്കുന്നത് പറയുന്നത് പോലെ തന്നെ അരുൺ, ഏതായാലും ഒരാൾക്ക് മാത്രം കയറാൻ, നാദിർഷയുടെ സഹോദരൻ സമ്മദിന് മാത്രം ഉള്ളിൽ പ്രവേശിക്കാനുള്ള അനുമതി ലഭിച്ചിട്ടുള്ളൂ. അദ്ദേഹത്തോടൊപ്പം വന്ന ബന്ധുക്കളായ രണ്ടുപേരെ ഉള്ളിലേക്ക് പ്രവേശിപ്പിച്ചിട്ടില്ല. ഏതായാലും എന്താണ് ഉള്ളിൽ നടക്കുന്നത്, ചോദ്യം ചെയ്യൽ ഏത് ഘട്ടം വരെ എത്തി, ഇനി എന്താണ് നടക്കാനുള്ളത്, ഏതെങ്കിലും നിർണായക ഘട്ടത്തിലേക്ക് ചോദ്യം ചെയ്യൽ കടന്നോ, കടുത്ത തീരുമാനങ്ങളിലേക്ക് കടക്കുകയാണോ തുടങ്ങിയ ചോദ്യങ്ങൾക്ക് അല്പസമയത്തിനകം തന്നെ നമുക്ക് ഉത്തരം നൽകാൻ കഴിയും എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഇപ്പോൾ ഉള്ളിൽ പോയ സമ്മദ്
സമത് പുറത്തു വന്നാൽ ഒരു പക്ഷേ മാധ്യമങ്ങളോട് പ്രതികരിക്കും എന്നാണ് നമ്മൾ കരുതുന്നത്. ഇപ്പോൾ ചലച്ചിത്ര താരം സിദ്ദീഖ് ഉൾപ്പെടെയുള്ളവരും ഇവിടെ നിൽക്കുന്നുണ്ട്. സിദ്ദീഖിന് ഉള്ളിൽ പ്രവേശിക്കാൻ അനുമതി ലഭിച്ചിട്ടില്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് സമദ്, നാദിർ ഷായുടെ സഹോദരൻ സമദ് മാത്രമാണ് ഉള്ളിൽ പ്രവേശിച്ചിരിക്കുന്നത്. ഏതായാലും ഇപ്പോഴും ചോദ്യം ചെയ്യൽ പുരോഗമിക്കുകയാണ്. നമുക്കറിയാം, പൾസർ സുനിയെ ചോദ്യം ചെയ്ത അതേ സംഘം തന്നെയാണ് ഇപ്പോൾ ഇരുവരെയും ചോദ്യം ചെയ്യുന്നത്. പൾസർ സുനിയെ ചോദ്യം ചെയ്തപ്പോൾ ലഭിച്ച വിവരങ്ങൾ അടിസ്ഥാനമാക്കിയുള്ള ഒരു വിശദമായ ചോദ്യം ചെയ്യൽ തന്നെയാണ് പുരോഗമിക്കുന്നത്. ഒപ്പം തന്നെ നടിയുടെ മൊഴിയെടുത്തിരുന്നു ഒന്നോ രണ്ടോ തവണ. ആ നടിയുടെ മൊഴിയിൽ നിന്ന് ലഭിച്ച ചില വിവരങ്ങൾ നിർണായകമായിരുന്നു. അതിൽ ദിലീപിനെയും മറ്റും കണക്ട് ചെയ്യുന്ന ചില വിവരങ്ങൾ ഉണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതുകൊണ്ടുകൂടിയാവണം ഇത്തരം വിശദമായൊരു ചോദ്യം ചെയ്യലിലേക്ക് അന്വേഷണ സംഘം കടന്നിരിക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കുന്നു. ഏതായാലും കുറ്റപത്രം സമർപ്പിച്ച ഒരു കേസിൽ ഒരു തുടരന്വേഷണത്തിൻ്റെ ഭാഗമായി ഒരു പ്രമുഖ ചലച്ചിത്ര താരത്തെ ചോദ്യം ചെയ്യുന്നത് തന്നെ ആദ്യമാണ്. മാത്രമല്ല, ഇത്ര നീണ്ട നേരം മാരത്തോൺ ചോദ്യം ചെയ്യൽ കേരളത്തിൻ്റെ ചരിത്രത്തിൽ അത്യപൂർവമായൊരു സംഭവം തന്നെയാണ്. അതാണ് ഇപ്പോൾ ആലുവ പോലീസ് ക്ലബ്ബ് സാക്ഷ്യം വഹിച്ചുകൊണ്ടിരിക്കുന്നത്. ഏതായാലും ഇന്ന് രാവിലെ മുതൽ പോലീസ് ക്ലബിന് മുന്നിൽ തമ്പടിച്ച മാധ്യമങ്ങൾ ഇപ്പോഴും തുടരുകയാണ്. ഇന്ന് ഉച്ചയ്ക്ക് 12:30 ദിലീപിനെയും നാദിർ ഷായെയും ചോദ്യം ചെയ്യുന്നതിനായി ഇങ്ങോട്ട് വിളിച്ചു വരുത്തിയത്. സ്വാഭാവികമായും നമ്മൾ നേരത്തേക്ക് റിപ്പോർട്ട് ചെയ്തതുപോലെ കേവലം ഒരു മൊഴിയെടുക്കൽ എന്ന തരത്തിലായിരുന്നു നടപടിക്രമങ്ങൾ ആരംഭിച്ചതെങ്കിലും കടുത്ത നടപടികളിലേക്ക് ശക്തമായ മൊഴിയെടുക്കലിലേക്ക്, അതൊരു ചോദ്യം ചെയ്യലിലേക്ക് തന്നെ എത്തി എന്ന് തന്നെ വേണം അനുമാനിക്കാൻ. അതാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ചോദ്യം ചെയ്യൽ ഏതാണ്ട് 12.5 മണിക്കൂർ പിന്നിടുമ്പോൾ നമുക്ക് എത്താൻ കഴിയുന്ന ഒരു നിഗമനം ഏതായാലും ഒരു കടുത്ത നടപക്ഷെ കടന്നുകൂടായികയില്ല എന്നുള്ളത് തന്നെയാണ്. ഇന്ന് 2 സാധ്യതകളാണ് മുന്നിൽ ഉള്ളത്. ഒന്ന്, രാവിലെ വരെ ഈ ചോദ്യം ചെയ്യൽ നടത്തിയിട്ട് അതിനുശേഷം ഇരുവരെയും ചോദ്യം ചെയ്യൽ പൂർത്തിയാക്കി പറഞ്ഞുവിടുക. തുടർ നടപടികൾ പിന്നീട് ഈ ചോദ്യം ചെയ്യലിൽ ലഭിച്ച വിവരങ്ങളെ അടിസ്ഥാനമാക്കി അവയെ അപഗ്രഥിച്ചുകൊണ്ട് അന്വേഷണ സംഘം ഒരു നിഗമനത്തിലെത്തുക. അല്ലെങ്കിൽ രണ്ടാമത്തെ സാധ്യത, ഈ ചോദ്യം ചെയ്യലിൽ ഇവർ നൽകിയ മൊഴികളിലെ വൈരുദ്ധ്യം കണക്കിലെടുത്ത് ഇവരെ കസ്റ്റഡിയിൽ സൂക്ഷിക്കാനും അന്വേഷണ സംഘത്തിന് കഴിയും. പക്ഷേ അത്തരമൊരു കടുത്ത നടപടിയിലേക്ക് തൽക്കാലം കടക്കുമോ എന്നുള്ളത് സംബന്ധിച്ച് ഒരു നിഗമനത്തിലോ അനുമാനത്തിലോ നമുക്ക് എത്താൻ കഴിയുന്ന സാഹചര്യമാണ് അല്ല ഉള്ളത്. കാരണം എന്തൊക്കെ വിവരങ്ങളാണ് ഈ കാലയളവിനുള്ളിൽ ഈ അന്വേഷണ സംഘം ഇരുവർക്കും എതിരായി ശേഖരിച്ചിട്ടുള്ളത് എന്നുള്ളത് വളരെ നിർണായകമാണ്. പൾസർ സുനി നൽകിയിരിക്കുന്ന ചോദ്യം ചെയ്യലിൽ നൽകിയിരിക്കുന്ന മൊഴികൾ എന്തൊക്കെയായിരുന്നു ഉണ്ടായിരുന്നത്, ഒപ്പം ഈ പ്രസ്തുത ചലച്ചിത്ര നടിയിൽ നിന്നും മൊഴി രേഖപ്പെടുത്തിയപ്പോൾ ദിലീപിനെതിരെ എത്രമാത്രം ശക്തമായ മൊഴി ഇവർ നൽകിയിട്ടുണ്ട് തുടങ്ങിയ ഒട്ടേറെ കാര്യങ്ങൾ അതുമായി ബന്ധപ്പെടുത്തിയിരിക്കുന്നു. ഏതായാലും ഒരു കാര്യം വ്യക്തമാണ്, ഈ കേസിൽ ആദ്യഘട്ടത്തിൽ ഒരു അന്വേഷണം പൂർത്തിയാക്കി കുറ്റപത്രം സമർപ്പിച്ച ഒരു കേസാണ്. ആ കുറ്റപത്രത്തിൽ ഇപ്പോൾ ചോദ്യം ചെയ്യലിന് വിധേയരാകുന്ന ആരും ചിത്രത്തിലുണ്ടായിരുന്നില്ല. മറ്റ് ചിലരെ, പൾസർ സുനി ഉൾപ്പെടെ 7 പേരെ പ്രതികളാക്കി ഉള്ള കുറ്റപത്രമാണ് കോടതി സമർപ്പിച്ചതും. അതോടുകൂടി ഒരു പ്രത്യേക തരത്തിൽ ഈ കേസ് അവസാനിപ്പിച്ചു എന്ന പ്രതീതി സൃഷ്ടിക്കപ്പെട്ടു. ഏതായാലും പ്രതികളെല്ലാം നിയമത്തിൻ്റെ ഉള്ളിലായി, നിയമത്തിന് വിധേയമായി എന്ന് തോന്നിക്കുന്ന ഒരു പ്രതീതി പൊതുവിൽ സൃഷ്ടിക്കപ്പെട്ടിരുന്നു. ആ സാഹചര്യത്തിലാണ് അന്വേഷണ സംഘം വളരെ രഹസ്യമായി അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോയത്. നമുക്ക് അറിയാം, ഇപ്പോൾ ഈ കുറ്റപത്രം സമർപ്പിച്ചിട്ട് മാസങ്ങൾ പിന്നിടുന്നു. ഈ കാലയളവിൽ, കുറ്റപത്രം സമർപ്പിച്ചതിന് ശേഷം ഇതുവരെയുള്ള കാലയളവിൽ വളരെ ശക്തമായ അല്ലെങ്കിൽ രഹസ്യമായ ഒരു അന്വേഷണ സംഘം നടത്തിക്കൊണ്ടിരുന്നു എന്ന നിഗമനത്തിലാണ് നമ്മൾ എത്തിയിരിക്കുന്നത്. പൊതുവിൽ അത്തരമൊരു നിഗമനം തന്നെയാണ് ഏവർക്കുമുള്ളത്. കാരണം ഈ കാലയളവിൽ ഒട്ടേറെ സുപ്രധാനമായ വിവരങ്ങൾ അന്വേഷണ സംഘം ശേഖരിച്ചിട്ടുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് എന്ന് പറയുന്നത് ഈ ദിലീപും നാദിർ ഷായും ദിലീപിൻ്റെ മാനേജർ അപ്പുണ്ണിയും നടത്തിയ ചില ഫോൺ കോളുകളാണ്. ഇവരുടെ കഴിഞ്ഞ 1 വർഷത്തെ ഫോൺ വിളികളുടെ മുഴുവൻ രേഖകളും ഈ അന്വേഷണ സംഘം വിവിധ ഘട്ടങ്ങളിലായി പരിശോധിച്ചിരുന്നു. അതിൻ്റെ ഭാഗമായി ശേഖരിച്ചിരുന്നു. അവ പരിശോധിച്ചതിന് അവയിൽ അസ്വാഭാവികമായി കണ്ടെത്തിയ കാര്യങ്ങൾ സംബന്ധിച്ച് ഒരു അപഗ്രഥനത്തിലേക്കാണ് അന്വേഷണ സംഘം ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഭാഗമായി തന്നെയാണ് ഇപ്പോൾ ചോദ്യം ചെയ്യൽ പുരോഗമിക്കുന്നത്. ഏതെങ്കിലും തരത്തിലുള്ള ഒരു നിഗമനത്തിൽ എത്താനായിട്ടില്ല. പോലീസ് ഉദ്യോഗസ്ഥർ അകത്തുള്ള ഉദ്യോഗസ്ഥരോട് ചില കാര്യങ്ങൾ ചോദിക്കുന്നു എന്നതിനപ്പുറം പുറത്തേക്ക് എന്തെങ്കിലും ഒരു വിവരം ലഭിക്കുന്ന സാഹചര്യമല്ല ഇപ്പോഴുള്ളത്. ഏതായാലും നമുക്ക് ഒരു കാര്യം വ്യക്തമായി പറയാം, ഏതെങ്കിലും തരത്തിലുള്ള ഒരു നിഗമനത്തിലെത്താൻ കഴിയുന്ന സാഹചര്യം
ഇല്ല. ഇപ്പോൾ ചോദ്യം ചെയ്യൽ പുരോഗമിക്കുന്നു എന്ന് അടിവരയിട്ട് പറയാം. ഏതെങ്കിലും തരത്തിൽ ചോദ്യം ചെയ്യൽ ഇതുവരെ അവസാനിപ്പിച്ചിട്ടില്ല. ചോദ്യം ചെയ്യൽ ഇപ്പോഴും പുരോഗമിക്കുകയാണ്. ഈ അന്വേഷണ സംഘം അതേ അന്വേഷണ സംഘം തന്നെയാണോ പൾസർ സുനിയെ ചോദ്യം ചെയ്ത അന്വേഷണ സംഘം ആ സംഘം തന്നെയാണോ ഇപ്പോഴും ഈ ചോദ്യം ചെയ്യൽ തുടരുന്നത്? സാലി, ADGP ബി സന്ധ്യ, ആലുവ റൂറൽ SP AV ജോർജ്, പെരുമ്പാവൂർ CI ബൈജു പൗലോസ് എന്നിവരുടെ നേതൃത്വത്തിലായിരുന്നല്ലോ തുടക്കത്തിൽ ചോദ്യം ചെയ്തിരുന്നത്. ആ ടീം തന്നെയാണോ ഇപ്പോഴും അവിടെ ഉള്ളത്? അരുൺ, തീർച്ചയായും അതേ സംഘം തന്നെ ഇപ്പോഴും ചോദ്യം ചെയ്യൽ തുടരുകയാണ്. ഏതായാലും ADGP ബി സന്ധ്യയുടെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘമാണ് ഇപ്പോഴും ചോദ്യം ചെയ്യുന്നത്. രാവിലെ ഏതാണ്ട് ഉച്ചയോടുകൂടി ദിലീപും നാദിർഷയും ഇവിടെ എത്തിയപ്പോഴും അവർ തന്നെയായിരുന്നു. അരുൺ സൂചിപ്പിച്ചതുപോലെ മുൻപ് ഈ കേസുമായി ബന്ധപ്പെട്ട് നടന്ന സുപ്രധാന ചോദ്യം ചെയ്യലുകളൊക്കെയും, അതായത് പൾസർ റൂനിയുടെയും മറ്റു പ്രതികളുടെയും ഒക്കെ നിന്ന് ചോദ്യം ചെയ്തത് ഒക്കെയും ഈ സംഘം തന്നെയായിരുന്നു. ഒപ്പം ADGP ബി സന്ധ്യയായിരുന്നു നടിയുടെ മൊഴി രേഖപ്പെടുത്തിയത്. അപ്പോൾ അതേ സംഘം തന്നെ അതേ വിവരങ്ങൾ അടിസ്ഥാനമാക്കി ആ വിവരങ്ങളെ അടിസ്ഥാനമാക്കിയുള്ള ചോദ്യം ചെയ്യൽ ആണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഒരു പക്ഷേ ഏതെങ്കിലും തരത്തിലുള്ള വിവരങ്ങൾ, തെളിവുകൾ ഈ ചോദ്യം ചെയ്യലിന് വിധേയരാകുന്നവർക്കെതിരായി ലഭിച്ചിട്ടുണ്ടാവണം എന്ന നിഗമനത്തിൽ തന്നെ നമുക്ക് എത്തേണ്ടി വരും. അല്ലെങ്കിൽ ഇപ്പോൾ 12.5 മണിക്കൂർ പിന്നിടുന്നു. ഇതിനകം ചോദ്യം ചെയ്യൽ അവസാനിപ്പിക്കുകയോ അല്ലെങ്കിൽ ഇന്നത്തേക്ക് നിർത്തിവെക്കുകയോ ചെയ്യാമായിരുന്നു. പക്ഷേ അത്തരമൊരു സ്ഥിതിയല്ല നിലവിലുള്ളത്. ഏതായാലും കടുത്ത നടപടി എന്ന് തന്നെ വിശേഷിപ്പിക്കാവുന്നതിലേക്ക് ഒരു പക്ഷേ കടന്നുകൂടായികയില്ല എന്ന നിഗമനത്തിൽ നമ്മൾ എത്തേണ്ടി വരും. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ 2 സാധ്യതകളാണ് ഇക്കാര്യത്തിൽ നിലനിൽക്കുന്നത്. ഒന്ന്, പോലീസ് സംഘത്തിന് ഇവരെ പുലർച്ചെ വരെ ചോദ്യം ചെയ്തതിന് ശേഷം ചോദ്യം ചെയ്യൽ തൽക്കാലത്തേക്ക് അവസാനിപ്പിച്ച് മടക്കാം. അല്ലെങ്കിൽ ഒരു പക്ഷേ അല്പം കടന്ന് ഒരു കസ്റ്റഡി ഉൾപ്പെടെയുള്ള ഇവരെ കസ്റ്റഡി സൂക്ഷിച്ചുകൊണ്ട് കൂടുതൽ ചോദ്യം ചെയ്യലിന് വിധേയമാക്കാം. അത്തരം ഒരു നടപടികളിലേക്ക് കടക്കാനുള്ള സാധ്യതയും തീരെ തള്ളാനാവില്ല. കാരണം ഈ ചോദ്യം ചെയ്യലിൻ്റെ ദൈർഘ്യം സൂചിപ്പിക്കുന്നത് അത്തരം ചില വിവരങ്ങൾ തന്നെയാണ്. ഏതായാലും ഒരു കാര്യം വ്യക്തമാണ്, ഏതെങ്കിലും നിസ്സാരമായ ചില തെളിവുകളുടെയോ വിവരങ്ങളുടെയോ അടിസ്ഥാനത്തിൽ മാത്രം ഇത്തരം ഒരു സുദീർഘമായൊരു മാരത്തൺ ചോദ്യം ചെയ്യൽ ഇത്ര പ്രഗത്ഭരായ 2 താരങ്ങൾക്കെതിരെ നടത്താൻ ഒരു സാധ്യതയുമില്ല എന്ന് തന്നെ നിഗമനത്തിൽ നമുക്ക് എത്തേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ എന്തോ ചില വിവരങ്ങൾ സുപ്രധാനമായതും നടിയെ ആക്രമിച്ചതുമായി ബന്ധപ്പെട്ടതുമായ അതിൻ്റെ ഗൂഢാലോചനയിലേക്ക് വെളിച്ചം വീശുന്നതുമായ സുപ്രധാനമായ ചില വിവരങ്ങൾ ലഭിച്ചിട്ടുണ്ടാകണം എന്ന നിഗമനത്തിലാണ്. ഏതായാലും പുറത്തേക്ക് വിശദമായിട്ടുള്ള ഞങ്ങളുടെ പരാതിയുടെ മൊഴിയെടുത്തു. ഈ കേസിനെ അനുബന്ധിച്ച എല്ലാ കാര്യങ്ങളും വിശദമായി സംസാരിക്കും. എന്റെ പരാതിയിൽ വിശദമായിട്ടുള്ള മൊഴിയെടുപ്പും ഈ കേസിനെ അനുബന്ധിച്ചിട്ടുള്ള എല്ലാ കാര്യങ്ങളും സംസാരിക്കും. വളരെ കോൺഫിഡന്റ് ആണ്. നിങ്ങളുടെ അങ്ങനെയൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ പോലീസ് നല്ല രീതിയിൽ നടക്കട്ടെ. എന്താ പറഞ്ഞ പോലീസ് ചോദ്യം തുടരോ? ഇനി അറിയില്ല, എന്ത് ചോദ്യത്തിനും നമ്മുടെ പോലീസിന്റെ കൂടെ ഉണ്ട്. കാരണം ഇത് സത്യം പറഞ്ഞാല് നമ്മളുടെ കൂടി ആവശ്യമാണ് ഇതിന്റെ സത്യം പുറത്തു വരാൻ. ഇതിൽ ആവശ്യങ്ങളുണ്ടെങ്കിൽ നമ്മൾ ചോദ്യം ചെയ്യലായിരുന്നു യഥാർത്ഥത്തിൽ. പറഞ്ഞല്ലോ, പരാതി അനുബന്ധിച്ച് വിശദമായിട്ടുള്ള മൊഴിയെടുപ്പായിരുന്നു. മറ്റുള്ള എല്ലാ കാര്യങ്ങളും ഇതിന് അനുസരിച്ചുള്ള കേസിന് ആസ്പദമായ എല്ലാ കാര്യങ്ങളും അങ്ങോട്ട് ഇങ്ങോട്ട് സംസാരിക്കാൻ. അമ്മയുടെ യോഗത്തിൽ നാളെ പങ്കെടുക്കല്ലോ. ഈ പുതിയ ജെൻഡർ ബോഡി ആലുവ പോലീസ് ക്ലബിന് മുന്നിൽ നിന്നുള്ള കാഴ്ചകളാണ് കാണുന്നത്. വിശദമായ ഏകദേശം 14 മണിക്കൂറോളം അടുത്ത ചോദ്യം ചെയ്യലിന് ശേഷം ദിലീപും നാദിർഷയും
ദിലീപിന്റെ മാനേജർ അപ്പുണ്ണിയും പുറത്തേക്ക് വന്നു. വിശദമായ ചോദ്യം ചെയ്യൽ, വിശദമായ മൊഴിയെടുപ്പായിരുന്നു, ചില കാര്യങ്ങൾ ചോദിച്ചറിഞ്ഞു എന്നുമാണ് ദിലീപ് പറഞ്ഞത്. 100% ഈ കേസിൽ താൻ ആത്മവിശ്വാസമുള്ള ആളാണ്, 100% കോൺഫിഡൻ്റ് ആണ് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. മറ്റൊരു ശ്രദ്ധേയമായ കാര്യം, എല്ലാ കേസിന്റെ സത്യാവസ്ഥ പുറത്തു വരേണ്ടത് എല്ലാവരെയും പോലെ തന്റെയും ആവശ്യമാണെന്ന് അദ്ദേഹം പറഞ്ഞു. രാവിലെ 11:30 മുതൽ ആലുവ പോലീസ് ക്ലബിന് പുറത്ത് കാത്തുനിന്ന വലിയ മാധ്യമ പ്രവർത്തകരുടെ എല്ലാവരുടെയും ഒപ്പം പൊതുജനങ്ങളുടെയും ആകാംക്ഷ എന്തായിരുന്നു അവർക്ക് സംഭവിച്ചത് എന്നടക്കമുള്ള കാര്യങ്ങളായിരുന്നു. ഒടുവിലായി സിദ്ദിഖ് നടന്നെത്തിയിട്ട് പോലും അദ്ദേഹത്തിന് കാണാൻ അനുമതി നൽകിയിരുന്നില്ല. നാദർഷയുടെ അനിയൻ സമദിന് നാദർഷയെ കാണാനുള്ള അനുമതി അല്പം മുമ്പാണ് പോലീസ് നൽകുകയും ചെയ്തത്. നാദർഷ, ദിലീപ്, ഒപ്പം അനുജൻ സമദ് അടക്കമുള്ളവർ പുറത്തേക്ക് വന്നു. ഇക്കാര്യത്തിൽ സത്യം പുറത്തു വരണം എന്ന് തന്നെയാണ് താൻ പ്രതീക്ഷിക്കുന്നത് എന്നും അദ്ദേഹം പറഞ്ഞു. നാളത്തെ അമ്മയുടെ യോഗത്തിൽ പങ്കെടുക്കുമോ എന്നടക്കമുള്ള ചോദ്യങ്ങൾക്ക് അദ്ദേഹം പ്രതികരിച്ചില്ല. എന്തായാലും ഒരുപക്ഷെ തുടർ ചോദ്യം ചെയ്യലുകൾക്ക്, മൊഴിയെടുപ്പിന് വീണ്ടും വിളിക്കാനുള്ള സാധ്യതയുമുണ്ട്. ആ സാധ്യതയും തള്ളിക്കളയുന്നില്ല. മണിക്കൂറുകൾ നീണ്ട ചോദ്യം ചെയ്യലിന് ശേഷം ദിലീപും നാദർഷയും ദിലീപിന്റെ മാനേജർ അപ്പുണ്ണിയും പുറത്തേക്ക് വന്നു. ആലുവ പോലീസ് ക്ലബിന് മുന്നിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് നിലവിൽ കണ്ടത്. മണിക്കൂറുകൾ നീണ്ട, ഏകദേശം 13 മണിക്കൂർ പൂർത്തിയായി, 14 മണിക്കൂറിലേക്ക് അടുക്കുന്നു കാര്യങ്ങൾ. ഈ വിശദമായ ചോദ്യം ചെയ്യലിന് ശേഷം, വിശദമായ മൊഴിയെടുപ്പിന് ശേഷമാണ് ആലുവ പോലീസ് ക്ലബിൽ നിന്ന് അവർ പുറത്തേക്ക് പോയത്. സാലി മുഹമ്മദ് ചേരുന്നു. സാലി മുഹമ്മദ് ആലുവ പോലീസ് ക്ലബിന് മുന്നിൽ നിന്ന് ചേരുന്നു. സാലി, ഈ ചോദ്യം ചെയ്യൽ ആയിരുന്നോ മൊഴിയെടുപ്പായിരുന്നോ എന്ന കാര്യമടക്കം നിരവധി ചോദ്യങ്ങളാണ്, ഒരു കൂട്ടം ചോദ്യങ്ങളാണ് അവർ ഫേസ് ചെയ്തത്. എന്തൊക്കെ കാര്യങ്ങളായിരുന്നു പുറത്ത് ഇറങ്ങിയതിനു ശേഷം ദിലീപ് പറഞ്ഞത്? അരുൺ, വളരെ ആത്മവിശ്വാസത്തോടെ ഉള്ള മടക്കം എന്ന് വേണമെങ്കിൽ നമുക്കിപ്പോൾ അതിനെ വിശേഷിപ്പിക്കാം. പക്ഷേ പുറത്തേക്കെങ്കിലും ഉള്ളിൽ എത്രമാത്രം സംഘർഷമുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നില്ല. പക്ഷേ വളരെ ആത്മവിശ്വാസത്തോടെ, പുഞ്ചിരിച്ച മുഖത്തോടെയാണ് ദിലീപ് ഇറങ്ങി വന്നത്. പക്ഷേ സമ്മർദ്ദമുണ്ടായിരുന്നു ആ മുഖത്ത് എന്ന് വ്യക്തമാണ്. അദ്ദേഹം പറഞ്ഞത്, തന്നോട് ചോദിച്ച കാര്യങ്ങളെല്ലാം താൻ വിശദമായി പറഞ്ഞു, തനിക്ക് പറയാനുള്ളതെല്ലാം വിശദമായി ചോദിച്ച അന്വേഷണ ഉദ്യോഗസ്ഥരോട് വിശദീകരിച്ചു എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഏതെങ്കിലും തരത്തിലൊരു ചോദ്യം ചെയ്യലാണോ എന്ന് ചോദിച്ചിട്ട് ചോദ്യം ചെയ്യലല്ല, തൻ്റെ പരാതിയിന്മേൽ താൻ മൊഴി കൊടുക്കാൻ വന്നതാണ് എന്ന് രാവിലത്തെ അദ്ദേഹത്തിൻ്റെ വാദത്തെ അദ്ദേഹം വീണ്ടും ഒന്നുകൂടി ചോദ്യം ചെയ്യൽ പൂർത്തിയാക്കിയപ്പോൾ അടിവരയിടുകയാണ് ഉണ്ടായത് എന്നും വിശേഷിപ്പിക്കാം. ഏതായാലും തുടർന്ന് വന്ന മറ്റൊരു ചോദ്യം, നാളത്തെ അമ്മയുടെ ജനറൽ ബോഡിയിലും മറ്റും പങ്കെടുക്കുമോ എന്ന ചോദ്യത്തിന് തീർച്ചയായിട്ടും പങ്കെടുക്കും എന്ന് 2 തവണ ആവർത്തിച്ചുകൊണ്ടാണ് അദ്ദേഹം മടങ്ങിയത്. ഏതായാലും രണ്ടുപേരും, നാദർഷയും ദിലീപും ഉണ്ടായിരുന്നു, മുഖത്ത് സമ്മർദ്ദമുണ്ടായിരുന്നു എന്ന് തന്നെ പറയാം. പക്ഷേ പുഞ്ചിരിച്ചുകൊണ്ടാണ് ഇറങ്ങി വന്നത്. ഏതായാലും വളരെ കോൺഫിഡൻ്റായ ഒരു നിലയിലാണ് അവർ പ്രതികരിച്ചത് എന്ന് അനുമാനത്തിലേക്ക് നമുക്ക് എത്തേണ്ടി വരും. എന്തായിരുന്നു ചോദ്യം ചെയ്യൽ എന്ന് അടക്കമുള്ള ഒട്ടനവധി ചോദ്യങ്ങൾ അവർക്ക് മാധ്യമപ്രവർത്തകരിൽ നിന്ന് അഭിമുഖീകരിക്കേണ്ടി വന്നു. അദ്ദേഹം ഒന്നും വിശദമായൊരു മറുപടി അക്കാര്യത്തിൽ നൽകിയില്ല എന്നുള്ളത് വ്യക്തമാണ്. മറ്റൊരു ചോദ്യം ഉയർന്നത്, തുടർന്നുള്ള ദിവസങ്ങളിൽ, അതായത് നാളെയോ മറ്റോ ചോദ്യം ചെയ്യലിന് ഹാജരാകണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ അങ്ങനെ പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞിട്ടാണ് അദ്ദേഹം ഇരുവരും കാറിൽ കയറിയത്. സ്വാഭാവികമായും ഇന്ന് ഉച്ചയ്ക്ക് 12:30 ആരംഭിച്ച ചോദ്യം ചെയ്യൽ ഇപ്പോൾ 1 മണിക്ക് പിന്നിട്ടിരിക്കുന്നു. അതായത് 13 മണിക്കൂറോളം ഈ ചോദ്യം ചെയ്യൽ പിന്നിടുമ്പോൾ അവസാനിച്ചിരിക്കുന്നു എന്ന് പറയാം. 13 മണിക്കൂർ നീണ്ടുനിന്ന ഒരു ചോദ്യം ചെയ്യലിനാണ് ഒരുപക്ഷെ ചരിത്രത്തിൽ ആദ്യമായിട്ടായിരിക്കാം ഇത്ര സെലിബ്രിറ്റികളായ ഒരു 2 പേർ പോലീസിന് മുന്നിൽ ഇത്ര നേരം നിൽക്കേണ്ടി വന്നിട്ടുള്ളത്. ഏതായാലും ഇത്ര പ്രമാദമായൊരു കേസിൽ പോലീസ് വിട്ടുവീഴ്ചയ്ക്കില്ല എന്ന് തെളിയിക്കുന്നതാണ് ഇന്ന് നടന്ന ചോദ്യം ചെയ്യൽ എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. പോലീസ് വളരെ വിശദമായി രേഖകൾ ശേഖരിച്ച്, വിവരങ്ങൾ ശേഖരിച്ച് വളരെ ശാസ്ത്രീയമായ അന്വേഷണത്തിലൂടെ മുന്നോട്ട് കൊണ്ടുപോകുന്നു എന്ന നിഗമനത്തിൽ തന്നെ എത്തേണ്ടി വരും. പോലീസിന് ഈ കാര്യത്തിൽ ആരെയും സംരക്ഷിക്കാനില്ല, ആരെയും സംരക്ഷിക്കുന്ന നിലപാട് കേരള പോലീസ് സ്വീകരിക്കുന്നില്ല എന്ന് അസന്നിഗ്ധമായി വ്യക്തമാക്കുന്നതായിരുന്നു ഇന്ന് നടന്ന 13 മണിക്കൂർ നീണ്ട മാരത്തോൺ ചോദ്യം ചെയ്യൽ. ഒരുപക്ഷേ കേരളത്തിൻ്റെ ചരിത്രത്തിലാദ്യമായിട്ടായിരിക്കാം ഇത്തരം സെലിബ്രിറ്റികളായ 2 പേരെ ഇങ്ങനെ വിശദമായ ഒരു കേസിൽ ഉൾപ്പെടുത്തുന്നതും ചോദ്യം ചെയ്യുന്നതും എന്ന് തന്നെ പറയാം. പക്ഷേ ഇപ്പോൾ ചോദ്യം ചെയ്യൽ 13 മണിക്കൂർ കഴിഞ്ഞ് ഇരുവരും ഇറങ്ങിപ്പോകുമ്പോൾ അത്യാവശ്യം പ്രസരിപ്പോടുകൂടി തന്നെയാണ് ഇറങ്ങിപ്പോയത്. വളരെ കോൺഫിഡൻ്റായി, വളരെ ആത്മവിശ്വാസത്തോടെയാണ് അവർ മാധ്യമങ്ങളോട് പ്രതികരിച്ചത് എന്ന് തന്നെ പറയേണ്ടി വരും. ചോദ്യങ്ങൾക്കെല്ലാം അവർ മറുപടി നൽകി, ചോദ്യങ്ങൾക്ക് മറുപടി നൽകാൻ തയ്യാറാണ് എന്ന മട്ടിൽ തന്നെയായിരുന്നു അവരുടെ പ്രതികരണങ്ങളും. ചോദ്യങ്ങൾ ഓരോന്നായിട്ട് ഉയർന്നപ്പോഴും അവർ മറുപടി നൽകി. പക്ഷേ വളരെ കടുത്ത സമ്മർദ്ദം അവരുടെ മുഖത്ത് പ്രകടമായിരുന്നു. സ്വാഭാവികമായും ചോദ്യം ചെയ്യൽ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ 13 മണിക്കൂർ പിന്നിടുന്നു എന്നതുകൊണ്ട് വേണം നമുക്ക് അനുമാനിക്കാൻ. ഒരു കാര്യം വ്യക്തമാണ്, പോലീസുകാർ
പരമാവധി ചോദിച്ചിട്ടുണ്ട്. എല്ലാ വിവരങ്ങളും മാക്സിമം ചോദിച്ചറിയാനുള്ള ശ്രമം നടത്തിയിട്ടുണ്ട്. പോലീസിന് മുമ്പിൽ ഇതല്ലാതെ മറ്റൊരു മാർഗമുണ്ടായിരുന്നില്ല. കേരളത്തിലെ ഏറ്റവും പ്രഭാതമായ ഒരു കേസിൽ, ഒരു ചലച്ചിത്ര താരം ആക്രമിക്കപ്പെട്ട ഒരു കേസിൽ പോലീസിനെ സംബന്ധിച്ചിടത്തോളം പ്രതികളെ നിയമത്തിന് മുന്നിൽ എത്തിക്കേണ്ടത് പോലീസ് സംവിധാനത്തെയും ഭരണകൂടത്തെയും സംബന്ധിച്ചിടത്തോളം വളരെ അത്യന്താപേക്ഷിതമായിരുന്നു. അതിന് ഏതറ്റം വരെയും നിയമം നടപ്പിലാക്കാൻ തങ്ങൾ പോകും എന്ന് വ്യക്തമാക്കുന്ന ഒരു നടപടിയാണ് കേരള പോലീസിന്റെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നത്. ഇപ്പോൾ ഏതായാലും ഒരു കാര്യം വ്യക്തമാണ്, ചോദ്യം ചെയ്യലിന് നേതൃത്വം നൽകിയ ADGP സന്ധ്യ ഉൾപ്പെടെയുള്ള പ്രമുഖ അന്വേഷണ ഉദ്യോഗസ്ഥർ അല്പസമയം തന്നെ പുറത്തേക്ക് വരും എന്ന നിഗമനത്തിലാണ് നമ്മൾ. അതുകൊണ്ട് തന്നെയാണ് മാധ്യമങ്ങൾ, നമ്മളടക്കമുള്ള മാധ്യമങ്ങൾ ഇവിടെ കാത്തു നിൽക്കുന്നത്. ഏതാണ്ട് ഇത്രയും സമയം നീണ്ടുനിന്ന ചോദ്യം ചെയ്യൽ സംബന്ധിച്ച എന്തൊക്കെയാണ് ചോദ്യം ചെയ്തത് തുടങ്ങിയ വിവരങ്ങൾ മാധ്യമങ്ങളുമായി ഈ അന്വേഷണ ഉദ്യോഗസ്ഥർ പങ്കുവെക്കുമോ എന്ന കാര്യത്തിൽ ഇപ്പോഴും ഉറപ്പില്ല. എങ്കിലും ഒരു കാര്യം വ്യക്തം, വളരെ വിശദമായ ചോദ്യം ചെയ്യൽ ഇപ്പോൾ ഒരു ഘട്ടം പിന്നിട്ടിരിക്കുന്നു. അത് ഒരു ഘട്ടമാണ് എന്ന് നമുക്ക് അനുമാനിക്കേണ്ടിയിരിക്കുന്നു. കാരണം പോലീസിന് ഇനിയും തുടർന്ന് ചോദ്യം ചെയ്യാൻ കഴിയാത്ത ഒരു സാഹചര്യം സൃഷ്ടിക്കപ്പെട്ടിരുന്നു എന്ന് പറയാൻ കഴിയില്ല. പക്ഷേ ചില സമ്മർദ്ദങ്ങൾ പോലീസിന് ഉണ്ടായിരുന്നു. നമുക്കറിയാം, ദിലീപിൻ്റെ നാദിർഷയുടെ സഹോദരൻ ഉൾപ്പെടെയുള്ളവർ സ്ഥലത്തെത്തുകയും ഒക്കെ ചെയ്തിരുന്നു. അവർ വിവരങ്ങൾ അന്വേഷിച്ചു വന്നു. അപ്പോൾ അത്തരമൊരു സാഹചര്യത്തിൽ ഇത് സംബന്ധിച്ച് ചോദ്യം ചെയ്യൽ അനന്തമായി നീട്ടാൻ പോലീസ് തയ്യാറായില്ല എന്ന് നിഗമനത്തിൽ എത്തേണ്ടി വരും. പോലീസ് ഇവരോട് തുടർന്നും ചോദ്യം ചെയ്യാൻ ഹാജരാകാൻ നിർദ്ദേശിച്ചിട്ടുണ്ട്. ആവശ്യമെന്നാൽ വിളിപ്പിക്കും എന്ന് പറഞ്ഞാണ് വിട്ടത് എന്നാണ് നമുക്ക് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. അങ്ങനെയാണെങ്കിൽ വരും ദിവസങ്ങളിൽ ദിലീപിനെയും നാദിർഷയും ഉൾപ്പെടെയുള്ളവരെ ചോദ്യം ചെയ്യുന്ന ഘട്ടത്തിലേക്ക് തന്നെ കടക്കേണ്ടി വരും. ആലുവ പോലീസ് ക്ലബിന് മുന്നിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് രാത്രി ഏറെ വൈകിയും കാണുന്നത്. ദിലീപും നാദിർഷയും അടക്കമുള്ളവർ ചോദ്യം ചെയ്യലിന് ശേഷം, മാരത്തൺ ചോദ്യം ചെയ്യലിന് ശേഷം ഏകദേശം 13 മണിക്കൂർ, കൃത്യമായി പറഞ്ഞാൽ 13 മണിക്കൂർ പിന്നിട്ട ചോദ്യം ചെയ്യലിന് ശേഷം പുറത്തേക്ക് വന്നത്. ഉച്ചയ്ക്ക് 12:30 തുടങ്ങിയ ചോദ്യം ചെയ്യൽ രാത്രി 1:15 1 മണിയും പിന്നിട്ട് 1 മണിയും 15 മിനിറ്റോളം കടന്ന് പോയൊരു സാഹചര്യമുണ്ടായി. അതിനുശേഷമാണ് ഏറ്റവും ഒടുവിലായി നാദിർഷയും ദിലീപും അടക്കമുള്ളവർ പുറത്തേക്ക് വന്നത്. താൻ ഇക്കാര്യത്തിൽ 100% ആത്മവിശ്വാസമുള്ള ആളാണ് എന്നാണ് ദിലീപ് ഇതുമായി ബന്ധപ്പെട്ട് പറഞ്ഞത്. കേസ് തെളിയിക്കുക എന്നുള്ളത് തൻ്റെ ആവശ്യം കൂടെയാണ് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. എന്തായാലും ഈ വളരെ നിർണായകമായ മണിക്കൂറുകളാണ് പിന്നിട്ട് പോയത്. ഈ കേസിനെ സംബന്ധിച്ച് ദിലീപിന്റെ വാക്കുകളിലേക്ക് ഒരിക്കൽ കൂടി, അതായത് ആലുവ പോലീസ് ക്ലബിൽ നിന്ന് ചോദ്യം ചെയ്യലിന് ശേഷം പുറത്തേക്ക് വന്ന ദിലീപിന്റെ വാക്കുകൾ. വളരെ കോൺഫിഡന്റ് ആണ്. നിങ്ങളുടെ അങ്ങനെയൊക്കെ ചോദിച്ചു വിശദമായിട്ടുള്ള ഞങ്ങളുടെ പരാതിയുടെ മൊഴിയെടുത്തു. ഈ കേസിനെ അനുബന്ധിച്ച എല്ലാ കാര്യങ്ങളും വിശദമായി സംസാരിക്കും. എന്റെ പരാതിയിൽ വിശദമായിട്ടുള്ള മൊഴിയെടുപ്പും ഈ കേസിനെ അനുബന്ധിച്ചുള്ള എല്ലാ കാര്യങ്ങളും സംസാരിക്കും. വളരെ കോൺഫിഡന്റ് ആണ്. അങ്ങനെയൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ കേസ് പോലീസ് നല്ല രീതിയിൽ നടക്കട്ടെ. എന്താ പറഞ്ഞ പോലീസ് ചോദ്യം തുടരുമോ? അറിയില്ല, എന്ത് ചോദ്യത്തിനും നമ്മുടെ പോലീസിന്റെ കൂടെ ഉണ്ട്. കാരണം ഇത് സത്യം പറഞ്ഞാല് നമ്മളുടെ കൂടി ആവശ്യമാണ് ഇതിന്റെ സത്യം പുറത്തു ഇതിൽ ആവശ്യങ്ങളുണ്ടെങ്കിൽ നമ്മൾ ചോദ്യം ചെയ്യലായിരുന്നു യഥാർത്ഥത്തിൽ. പറഞ്ഞല്ലോ, പരാതി അനുബന്ധിച്ച് വിശദമായിട്ടുള്ള മൊഴിയെടുപ്പായിരുന്നു. മറ്റുള്ള എല്ലാ കാര്യങ്ങളും ഇതിന് അനുസരിച്ചിട്ടുള്ള കേസിന് ആസ്പദമായ എല്ലാ കാര്യങ്ങളും അങ്ങോട്ട് ഇങ്ങോട്ട് സംസാരിക്കുകയാണ്. സലി മുഹമ്മദ് ചേരുന്നു പോലീസ് ക്ലബിന് മുന്നിൽ നിന്ന്. സലി, പുറത്തേക്ക് വന്നതിന് ശേഷം എന്തൊക്കെ കാര്യങ്ങളാണ് ദിലീപ് പറഞ്ഞത്? 100% കോൺഫിഡന്റ് ആണ് എന്നാണ് പറഞ്ഞത്. എന്തെങ്കിലും തരത്തിലുള്ള ആശങ്ക, ഈ ആത്മവിശ്വാസം പ്രകടിപ്പിക്കുന്നതിനിടയിലും അദ്ദേഹത്തിന്റെ മുഖത്ത് ഉണ്ടായിരുന്നു? മറ്റൊന്ന്, ഈ ചോദ്യം ചെയ്യലിന്റെ ഒരു ഘട്ടമാണോ ഇന്ന് കഴിഞ്ഞത്? ഇനിയും ചോദ്യം ചെയ്യലിനായി ദിലീപിനെയും നാദിർഷയും ഈ അപ്പുണ്ണിയെയും വിളിപ്പിക്കാനുള്ള സാധ്യത കൂടിയുണ്ടോ? എന്താണ് ആകെ ലഭിക്കുന്ന വിവരങ്ങൾ?
അരുൺ, പുറമേക്ക് വലിയ പ്രസരിപ്പും ഒക്കെ പ്രകടിപ്പിച്ചുകൊണ്ടാണ് അവർ പുറത്തേക്ക് വന്നത് എന്ന് നമുക്കിപ്പോൾ പറയാം. കാരണം ചിരിക്കുന്ന മുഖത്തോടെയാണ് ദിലീപെങ്കിലും ചിരിക്കുന്ന മുഖത്തോടെയാണ് മാധ്യമങ്ങൾ അഭിമുഖീകരിച്ചത്. പക്ഷേ വലിയ സമ്മർദ്ദത്തിലായിരുന്നു അവർ ഉണ്ടായിരുന്നത് എന്ന് വ്യക്തമാണ്. കാരണം സ്വാഭാവികമാണത്. കഴിഞ്ഞ 13 മണിക്കൂറുകളായി നിരവധി പേരടങ്ങുന്ന ഒരു അന്വേഷണ സംഘത്തിൻ്റെ തിരിച്ചും മറിച്ചും തലങ്ങും വിലങ്ങുമുള്ള ചോദ്യങ്ങൾക്ക് മറുപടി പറയേണ്ടി വരിക, അത് ഇദ്ദേഹത്തെ പോലുള്ള ദിലീപിനെയും നാദൃഷയെ പോലുള്ള സെലിബ്രിറ്റികളായ ആളുകളെ സംബന്ധിച്ചിടത്തോളം സമ്മർദ്ദത്തിലാക്കുന്ന കാര്യം തന്നെയാണ് സ്വാഭാവികമായും. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായും ഇവർ സമ്മർദ്ദത്തിലായിരുന്നു എന്ന് തന്നെ നമുക്ക് പറയാം. ആ സമ്മർദ്ദത്തിനപ്പുറം ഒരു പ്രസരിപ്പ് അല്ലെങ്കിൽ ഒരു കോൺഫിഡൻസ് മുഖത്ത് പ്രകടിപ്പിക്കാൻ അവർ ശ്രമിച്ചിരുന്നു. അത് വളരെ പ്രകടവുമാണ്. ചോദ്യങ്ങൾക്കെല്ലാം കൃത്യമായി ഉത്തരം നൽകാൻ അവർ ശ്രമിച്ചിരുന്നു. ചോദ്യങ്ങളിൽ നിന്ന് ഒളിച്ചോടി എന്ന പ്രതീതി സൃഷ്ടിക്കപ്പെടാതിരിക്കാൻ ദിലീപ് വളരെ ശ്രദ്ധയോടെയാണ് മാധ്യമങ്ങളോട് പ്രതികരിച്ചത്. 100 ചോദ്യങ്ങൾ ചുറ്റും കൂടി നിന്ന നിരവധി മാധ്യമപ്രവർത്തകരിൽ നിന്ന് ഉയർന്നു വന്നു. അതിനോടൊക്കെ വളരെ സഹിഷ്ണുതയോടെ അദ്ദേഹം കേട്ടുനിന്നു, മറുപടി പറയാനും തയ്യാറായിരുന്നു. പക്ഷേ സ്വാഭാവികമായും ഒപ്പം വന്നവരും പോലീസ് ഉദ്യോഗസ്ഥരും പെട്ടെന്ന് വാഹനത്തിൽ കയറ്റി അദ്ദേഹത്തെ പറഞ്ഞു വിടാനുള്ള ശ്രമമായിരുന്നു നടത്തിയത്. അത് സ്വാഭാവികമാണ്. അത് ഒഴിച്ചു നിർത്തിയാൽ മാധ്യമങ്ങളുടെ ചോദ്യങ്ങളിൽ നിന്ന് ഏതെങ്കിലും തരത്തിൽ ഒഴിവാകാനുള്ള ഒരു ശ്രമവും ദിലീപിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായില്ല എന്ന് തന്നെ വേണം നമുക്ക് പറയാൻ. അത് ഒരു പക്ഷേ അദ്ദേഹം പുറമേക്ക് പ്രകടിപ്പിക്കുന്ന ഒരു ആത്മവിശ്വാസമോ പ്രസരിപ്പോ ആകാം എന്ന് പറയാം. പക്ഷേ എങ്കിലും ഒരു കാര്യം വ്യക്തമാണ്, വളരെ ദുർഘടമായ ഒരു ചോദ്യം ചെയ്യൽ പ്രക്രിയയിലൂടെയാണ് അദ്ദേഹം കടന്നുപോയത്. കഴിഞ്ഞ 13 മണിക്കൂർ സമയം അദ്ദേഹത്തിന് നേരിടേണ്ടി വന്നത് വളരെ ദുർഘടമായ ചോദ്യം ചെയ്യലായിരുന്നു. വളരെ വിശദമായ രേഖകൾ ശേഖരിച്ച് ഒട്ടേറെ കാര്യങ്ങൾ ഹോംവർക്ക് നടത്തി തന്നെയാണ് അന്വേഷണ സംഘം ഈ ചോദ്യം ചെയ്യലിലേക്ക് കടന്നത്. കാരണം നമുക്കറിയാം, ഈ കേസുമായി ബന്ധപ്പെട്ട് പൾസർ സുനിയെ പ്രതിയാക്കി അങ്കമാലി കോടതിയിൽ സമർപ്പിച്ച കുറ്റപത്രത്തിന് ശേഷം ഈ കേസ് ഏതാണ്ട് അവസാനിച്ചു എന്ന പ്രതീതി സൃഷ്ടിക്കപ്പെട്ടിരുന്നു പോലീസിന്റെ ഭാഗത്തുനിന്ന്. വളരെ ബോധപൂർവം പോലീസ് ഈ കേസ് തങ്ങൾ അവസാനിപ്പിച്ചിരിക്കുന്നു എന്ന പ്രതീതി സൃഷ്ടിക്കാൻ ശ്രമിച്ചു. അത് മറ്റ് ചില ലക്ഷ്യങ്ങളോടെയായിരുന്നു. കാരണം ഇതിൽ ഏറ്റവും കൂടുതൽ ആരോപണം ഉയരുന്നത് ഈ ക്രൈം ഇംപ്ലിമെന്റ് ചെയ്ത പൾസർ സുനിയും സംഘത്തെയും കുറിച്ചായിരുന്നില്ല. അത് പിന്നിൽ പ്രവർത്തിച്ച ശക്തമായ കരങ്ങളെക്കുറിച്ചുള്ള ആശങ്കകളായിരുന്നു ഉയർന്നു കേട്ടിരുന്നത്. അത് ആ പ്രശ്നത്തിന്, ആ ആശങ്കകൾക്ക്, ആ സംശയങ്ങൾക്ക് അറുതി വരുത്തുക എന്ന് സംബന്ധിച്ചിടത്തോളം കേരള പോലീസിനെ സംബന്ധിച്ചിടത്തോളം നിർണായകമായിരുന്നു. അത്തരം ഒരു ഘട്ടത്തിലേക്ക് കടക്കാൻ തന്നെ പോലീസ് തീരുമാനിച്ചിരുന്നു. അതിൻ്റെ ഭാഗമായാണ് ഈ കുറ്റപത്രം നൽകിയതിന് ശേഷം, കോടതിയിൽ സമർപ്പിച്ചതിന് ശേഷം ഏതാണ്ട് 2-2.5 മാസം കൃത്യമായി വളരെ രഹസ്യമായി ചില അന്വേഷണങ്ങളിലൂടെ പോലീസ് സംഘം കടന്നുപോയത്. അതിലേറ്റവും പ്രധാനപ്പെട്ടത് ഈ ഗൂഢാലോചന ആരോപിക്കപ്പെട്ട ദിലീപ്, നാദിർഷ ഉൾപ്പെടെയുള്ള പ്രമുഖരെ സംബന്ധിച്ചിടത്തോളം അവർ കടന്നു വന്ന വഴികളിലൂടെ അവർ കഴിഞ്ഞ ഈ സംഭവത്തിന് ശേഷം പുറത്തു വന്ന വിവരങ്ങളിലൂടെയൊക്കെ സഞ്ചരിച്ചു. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഇവരൊക്കെയും ഇവരടക്കം ഈ നടത്തിയ ഫോൺ സംഭാഷണങ്ങൾ, ഇവരുടെ സാമ്പത്തിക ക്രയവിക്രയങ്ങളുടെ വിവരങ്ങൾ ഉൾപ്പെടെയുള്ളവയായിരുന്നു പോലീസ് സംഘം, അന്വേഷണ സംഘം ശേഖരിച്ചു വന്നിരുന്നത്. സ്വാഭാവികമായും അതിൻ്റെ കൂടി അടിസ്ഥാനത്തിലുള്ള ചോദ്യം ചെയ്യലാണ് നടന്നത്. സംശയാസ്പദമായ ഏതെങ്കിലും ഫോൺ കോളുകൾ വന്നിട്ടുണ്ടോ, സംശയാസ്പദമായ ഏതെങ്കിലും ക്യാഷ് ട്രാൻസാക്ഷനുകൾ, സാമ്പത്തിക ഇടപാടുകൾ നടന്നിട്ടുണ്ടോ തുടങ്ങിയ വിവരങ്ങളാണ് പോലീസ് സ്വാഭാവികമായും അന്വേഷിച്ചത്. അങ്ങനെ ലഭിച്ച വിവരങ്ങളെ അടിസ്ഥാനമാക്കി തന്നെയായിരുന്നു ചോദ്യം ചെയ്യൽ നടത്തിയത്. ആ ചോദ്യം ചെയ്യലിൽ ഏതെങ്കിലും തരത്തിൽ അസ്വാഭാവികമായ മറുപടികൾ ലഭിച്ചിട്ടുണ്ട് എങ്കിൽ അവയെ അടിസ്ഥാനമാക്കി ഉപചോദ്യങ്ങൾ ഉന്നയിച്ചു. അങ്ങനെ വിശദമായി തന്നെയാണ് 13 മണിക്കൂർ ചോദ്യം ചെയ്യൽ നീണ്ടുനിന്നത്. ഏതായാലും ഇപ്പോൾ ചോദ്യം ചെയ്യൽ അവസാനിച്ചിരിക്കുന്നു. ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം അരുൺ ഉന്നയിച്ചത് തന്നെയാണ്. കാരണം ഇത് ചോദ്യം ചെയ്യലിൻ്റെ ഒരു ഘട്ടം മാത്രമാണോ എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. ഇനി ആവശ്യപ്പെട്ടാൽ വരണം എന്ന വിവരത്തോട് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇരുവരെയും പോകാൻ അനുവദിച്ചത് എന്നുള്ളത് തന്നെയാണ്. ഒരു പക്ഷേ ഇന്ന് ചോദ്യം ചെയ്യലിൽ നിന്ന് ലഭിച്ച വിവരങ്ങൾ അടിസ്ഥാനമാക്കി അവയിൽ നിന്ന് ഉള്ള വിവരങ്ങൾ കൂടി ഏതാണ്ട് പഠനവിധേയമാക്കും ഈ അന്വേഷണ സംഘം എന്ന് തന്നെ നമ്മൾ മനസ്സിലാക്കുന്നു. ഇവർ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളിൽ, ഇരുവരും നൽകിയിരിക്കുന്ന മൊഴികളിൽ എന്തെങ്കിലും വൈരുദ്ധ്യമുണ്ടോ, ആ വൈരുദ്ധ്യങ്ങൾ എന്തടിസ്ഥാനത്തിലാണ്, ഇവർ ശേഖരിച്ച, അന്വേഷണ സംഘം മുമ്പ് ഈ കഴിഞ്ഞ കുറേ നാളുകളായി ശേഖരിച്ചു വരുന്ന വിവരങ്ങളും ഇവർ നൽകിയ മൊഴികളും തമ്മിൽ വൈരുദ്ധ്യമുണ്ടോ, അങ്ങനെ ഒട്ടനവധി ചോദ്യങ്ങളുണ്ട്. ആ ചോദ്യങ്ങൾക്കൊക്കെ ഈ വരും ദിവസങ്ങളിൽ ഈ മൊഴികൾ കൃത്യമായി പരിശോധിക്കും.
3 പേരുടെയും മൊഴികൾ വിശദമായി തന്നെ എഴുതിയെടുത്തിട്ടുണ്ട്, രേഖപ്പെടുത്തപ്പെട്ടിട്ടുണ്ട്. ഈ മൊഴികളിൽ എന്തെങ്കിലും വൈരുദ്ധ്യമുണ്ടോ എന്നുള്ളത് വളരെ വിശദമായ ഒരു പരിശോധനയ്ക്ക് തന്നെയായിരിക്കും അന്വേഷണ സംഘം മുതിരുക. അത് ഒരു പക്ഷേ ഇന്നോ നാളെയോ കൊണ്ട് തീരില്ല. അതുകൊണ്ട് തന്നെ നമുക്കറിയാം, ഒരു കാര്യം ഉറപ്പിച്ച് പറയാം, ഏതായാലും ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണം പോലീസ് അവസാനിപ്പിച്ചിട്ടില്ല. ആ അന്വേഷണമോ ചോദ്യം ചെയ്യലോ അവസാനിപ്പിക്കുന്ന രീതിയിലല്ല കാര്യങ്ങളുടെ പോക്ക്. ഇപ്പോൾ ഇത്ര വൈകി എന്നുള്ളത് കൊണ്ട് മാത്രമാണ് ഒരു പക്ഷേ ഇവരെ ഇപ്പോൾ പോകാൻ അനുവദിച്ചത്. നാളെ ഒരു പക്ഷേ ചോദ്യം ചെയ്യൽ ഉണ്ടാവില്ല എന്ന നിഗമനത്തിൽ നമുക്കെത്താം. കാരണം അമ്മയുടെ ജനറൽ ബോഡി ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നാളെ നടക്കാനുണ്ട്. ദിലീപിന് ആ ജനറൽ ബോഡിയിൽ പങ്കെടുക്കേണ്ടതുണ്ട്. മാത്രമല്ല, ദിലീപിൻ്റെ നേതൃത്വത്തിൽ പുതുതായി രൂപം കൊണ്ടിരിക്കുന്ന തിയേറ്റർ ഉടമകളുടെ സംഘടനയുടെ ഉദ്ഘാടനം നാളെ കൊച്ചിയിൽ നിശ്ചയിച്ചിരിക്കുന്നു. സ്വാഭാവികമായും ആ പരിപാടികളിലൊക്കെ ദിലീപിന് പങ്കെടുക്കേണ്ടതുണ്ട്. ദിലീപിന് അർഹിക്കുന്ന എല്ലാ മാന്യതയും പരിഗണനയും നൽകിക്കൊണ്ട് തന്നെയാണ് അന്വേഷണ സംഘം ഇപ്പോൾ ചോദ്യം ചെയ്യൽ പൂർത്തിയാക്കിയിരിക്കുന്നത്. ഇനിയാണ് അടുത്ത ഘട്ടം. ആ അടുത്ത ഘട്ടത്തിൽ ഒരുപക്ഷെ ഇന്ന് ലഭിച്ചിരിക്കുന്ന വിവരങ്ങൾ, ഈ ചോദ്യം ചെയ്യലിൽ നൽകിയ വിവരങ്ങൾ, കൈമാറിയ വിവരങ്ങൾ, ഇരുവരും നൽകിയ വിവരങ്ങൾ തമ്മിൽ പൊരുത്തക്കേടുണ്ടോ, പോലീസ് ശേഖരിച്ച വിവരങ്ങളും ഇവർ മൊഴിയിൽ പറഞ്ഞ കാര്യങ്ങൾ തമ്മിൽ വൈരുദ്ധ്യമുണ്ടോ തുടങ്ങിയ കാര്യങ്ങൾ പരിശോധിക്കേണ്ടതുണ്ട്. മാത്രമല്ല, ഈ 13 മണിക്കൂർ നീണ്ട ചോദ്യം ചെയ്യലിൽ 3 പേരെയും ഒരുമിച്ചിരുത്തിയും 2 പേരെ ഒരുമിച്ചിരുത്തിയും 3 പേരെയും പ്രത്യേകമായി വിശദമായി തന്നെ ചോദ്യം ചെയ്തു, വിവരങ്ങൾ ചോദിച്ചറിഞ്ഞു. പോലീസിന് ചോദ്യം ചെയ്യലിൽ ഉയർന്നു വന്ന സംശയങ്ങൾക്ക് ഉപചോദ്യങ്ങൾ ഉന്നയിച്ചു. അങ്ങനെ ADGP ബി സന്ധ്യയുടെ നേതൃത്വത്തിൽ വളരെ സൂക്ഷ്മമായ ഒരു വിശകലനമാണ് ഇതിനെക്കുറിച്ച് നടന്നത്. പോലീസ് ഈ ക്രൈം നടന്നതിന് ശേഷം പോലീസിന് ലഭിച്ചതും തെളിവോടെ ലഭിച്ചതും രഹസ്യ വിവരം ലഭിച്ചതും ഊമക്കത്തുകൾ വഴി ലഭിച്ചതുമായ എല്ലാ വിവരങ്ങളെക്കുറിച്ചും പോലീസ് ഇവരിൽ നിന്ന് ചോദിച്ചറിഞ്ഞു. പോലീസിന് ലഭിച്ച ഏതെങ്കിലും വിവരങ്ങളിൽ കൃത്യതക്കുറവുണ്ടോ, അല്ലെങ്കിൽ ഏതെങ്കിലും കണ്ണികൾ തമ്മിൽ ചേരാതെ വരുന്നുണ്ടോ തുടങ്ങിയ ഒട്ടനവധി പ്രശ്നങ്ങളുണ്ട്. അതിനൊക്കെ ഉത്തരം തേടുക എന്നുള്ളതായിരുന്നു പോലീസിൻ്റെ ലക്ഷ്യം. നമ്മൾ മനസ്സിലാക്കുന്നത് കുറച്ച് കാര്യങ്ങളെങ്കിലും ഇപ്പോഴും വൈരുദ്ധ്യപൂർവ്വമായി തന്നെ നിലനിൽക്കുന്നു എന്നുള്ളത് കൊണ്ടാണ്. അതുകൊണ്ടാണ് ഞാൻ ആദ്യം പറഞ്ഞത്, ഈ ചോദ്യം ചെയ്യൽ അവസാന ചോദ്യം ചെയ്യലല്ല. ഒരു പക്ഷേ വരും ദിവസങ്ങളിൽ ഇനി അടുത്ത ഘട്ടങ്ങളിലേക്ക് കടന്നേക്കാം. ഒരു പക്ഷേ അത് ഇന്നോ നാളെയോ ഉണ്ടാവില്ല. കാരണം ഈ 13 മണിക്കൂർ നീണ്ട ചോദ്യം ചെയ്യലിൽ നിന്ന് രേഖപ്പെടുത്തിയ വിവരങ്ങൾ വിശദമായി പരിശോധിക്കേണ്ടതുണ്ട്. അവയിലെ വൈരുദ്ധ്യങ്ങളെ വേർതിരിച്ചെടുക്കേണ്ടതുണ്ട്. ആ വൈരുദ്ധ്യങ്ങളിൽ പിടിച്ചാവണം ഇനി രണ്ടാം ഘട്ട ചോദ്യം ചെയ്യൽ. ഒരു പക്ഷേ നമുക്കറിയാം, ഇത്ര പ്രമുഖനായ ഒരു സെലിബ്രിറ്റിയെ രണ്ടാമതും ചോദ്യം ചെയ്യാൻ വിളിക്കേണ്ടി വരുന്നത് വലിയ സംശയങ്ങൾക്കും ഒക്കെ ഇടയാക്കും. അത് ഒഴിവാക്കുക എന്ന ലക്ഷ്യം കൂടി പോലീസിനുണ്ട്. അതിൻ്റെ ഭാഗമായാണ് ഇന്ന് ഇത്ര മണിക്കൂർ നീണ്ട വിശദമായ ചോദ്യം ചെയ്യൽ നടത്തിയത്. ഏതായാലും ചോദ്യം ചെയ്യൽ പൂർത്തിയാക്കി ഇപ്പോൾ എല്ലാവരെയും വിട്ടയച്ചിരിക്കുന്നു. ഏതായാലും ഇപ്പോൾ പോലീസ് ക്ലബിൻ്റെ പരിസരത്ത് നിന്ന് മാധ്യമങ്ങളടക്കമുള്ളവരെ പുറത്താക്കുന്ന തിരക്കിലാണ് പോലീസ് സംഘം. ഗേറ്റ് അടയ്ക്കാൻ പോകുന്നു, നിങ്ങൾ ഇറങ്ങിത്തരണം എന്ന അഭ്യർത്ഥനയോടെയാണ് മാധ്യമങ്ങളോട് ഇവിടം വിട്ടുപോകാനും ഒക്കെ പോലീസ് അഭ്യർത്ഥിക്കുന്നത്. സാലിം മുഹമ്മദാണ് വിവരങ്ങൾ നൽകിയത്. ആലുവ പോലീസ് ക്ലബിന് മുന്നിൽ നിന്ന് ഏറ്റവും സമഗ്രമായി തന്നെ ചോദ്യം ചെയ്യലിന് ശേഷം ദിലീപും ദിലീപിൻ്റെ മാനേജർ അടക്കമുള്ളവർ പുറത്തേക്ക് വന്നു. ഇക്കാര്യത്തിൽ സത്യം പുറത്തു വരണമെന്നാണ് തൻ്റെ ആഗ്രഹം എന്നാണ് 12 മണിക്കൂർ നീണ്ട മാരത്തോൺ ചോദ്യം ചെയ്യലിന് ശേഷം 13 മണിക്കൂർ നീണ്ട മാരത്തോൺ ചോദ്യം ചെയ്യലിന് ശേഷം ദിലീപ് പ്രതികരിച്ചത്. ദിലീപിൻ്റെ വാക്കുകളിലേക്ക്. വിശദമായിട്ടുള്ള ഞങ്ങളുടെ പരാതിയുടെ മൊഴിയെടുത്തു. ഈ കേസിനെ അനുബന്ധിച്ച എല്ലാ കാര്യങ്ങളും വിശദമായി സംസാരിക്കും. എന്റെ പരാതിയിൽ വിശദമായിട്ടുള്ള മൊഴിയെടുപ്പും ഈ കേസിനെ അനുബന്ധിച്ചുള്ള എല്ലാ കാര്യങ്ങളും സംസാരിക്കും. വളരെ കോൺഫിഡന്റ് ആണ്. അങ്ങനെയൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ പോലീസ് നല്ല രീതിയിൽ നടക്കട്ടെ. എന്താ പറഞ്ഞ പോലീസ് ചോദ്യം തുടരുമോ ഇനി? അറിയില്ല, എന്ത് ചോദ്യത്തിനും നമ്മുടെ പോലീസിന്റെ കൂടെ ഉണ്ട്. കാരണം ഇത് സത്യം പറഞ്ഞാല് നമ്മളുടെ കൂടി ആവശ്യമാണ് ഇതിന്റെ സത്യം പുറത്തു വരാൻ. ഇതിൽ ആവശ്യങ്ങളുണ്ടെങ്കിൽ നമ്മൾ ചോദ്യം ചെയ്യലായിരുന്നു യഥാർത്ഥത്തിൽ. പറഞ്ഞല്ലോ, പരാതി അനുബന്ധിച്ച് വിശദമായിട്ടുള്ള മൊഴിയെടുപ്പായിരുന്നു. മറ്റുള്ള എല്ലാ കാര്യങ്ങളും ഇതിന് അനുസരിച്ചിട്ടുള്ള കേസിന് ആസ്പദമായ എല്ലാ കാര്യങ്ങളും അങ്ങോട്ട് ഇങ്ങോട്ട് സംസാരിക്കാൻ. നാളെ